ത്യാഗസ്മരണയിൽ സംസ്ഥാനത്തടക്കം ബലിപെരുന്നാൾ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. രാവിലെ പെരുന്നാൾ നമസ്കാര വേളയാണിത്. ഇതിന് ശേഷമായിരിക്കും ബലികർമ്മത്തിലേക്ക് പ്രവേശിക്കുക. ഒമാൻ ഒഴികെയുള്ള അറബ് രാജ്യങ്ങൾ ഇന്നലെ ബലിപെരുന്നാൾ ആഘോഷിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി എന്നിവർ ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്ക്. ജിജീഷെ, കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും വിവരങ്ങൾ. അനു പറഞ്ഞതുപോലെ തന്നെ ത്യാഗ സ്മരണയിൽ വിശ്വാസികൾ എല്ലാ പള്ളികളിലും ആഘോഷ നിറവുകൾ തന്നെയാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ മുഴങ്ങിയ തക്ബീർ നാദത്തിന്റെ ഓരോ നാദങ്ങളായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് ആഘോഷങ്ങളിലേക്ക് പെരുന്നാളിനെ വരവേൽക്കാൻ ഇന്നലെ മഗ്‌രിബ് നമസ്കാരം മുതൽ മസ്ജിദുകളും വീടുകളിലും എല്ലാം തന്നെ തക്ബീർ ധ്വനികളാൽ മുഖരിതമായിരുന്നു. നാലാം പെരുന്നാൾ ദിനം വരെ തക്ബീർ നാദം ഉയർന്നു കേൾക്കും. ഇന്ന് രാവിലെ ഈദ് നമസ്കാരത്തിൽ ആബാലവൃത്തം വിശ്വാസികൾ പങ്കെടുക്കുന്നു. അവരെല്ലാം ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. നടൻ മമ്മൂട്ടി അടക്കം വിവിധ പള്ളികളിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. മമ്മൂട്ടി കടവന്തറ സലഫി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിലാണ് പങ്കെടുത്തത്. 7:30 മുതൽ ആയിരുന്നു അവിടെ പള്ളിയിൽ നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ഭൂരിഭാഗം ഇടങ്ങളിലും മസ്ജിദുകളിലായിട്ടാണ് പെരുന്നാൾ നമസ്കാരം. പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനെത്തുന്ന വിശ്വാസികൾ ഈദ് നമസ്കരിച്ച് ദുആ നടത്തിയാണ് വീടുകളിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ ദുആ നടത്തി ചടങ്ങുകൾ പൂർത്തിയാക്കി വിശ്വാസികൾ മടങ്ങുകയാണ്. ഒപ്പം തന്നെ ദൈവഹിതം മാനിച്ച് ഏകമകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാനൊരുങ്ങിയ പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗം അനുസ്മരിച്ചാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ മൃഗബലി കർമ്മം അടക്കം അത്തരത്തിൽ ചടങ്ങുകളും എല്ലാം തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ വിശ്വാസികൾ എല്ലായിടത്തും പങ്കെടുക്കുന്നുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കലൂർ SRM റോഡിലെ തോട്ടത്തുപടി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് താഫ ആണ് നേതൃത്വം നൽകിയത്. കലൂർ ഹൈവേ ജുമാ മസ്ജിദിൽ ഗസ്തിഫ് അബ്ദുൽ ഹമദ് ഫൈസി നേതൃത്വം നൽകി. ഒപ്പം എറണാകുളം കലൂർ SRM റോഡിലെ ബാബ ലെരിങ് സമയം ഫാത്തിമ മസ്ജിദിൽ ഗസ്തിഫ് ഫഫറത്ത് മൗലവിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പോണേക്കര മസ്ജിദുൽ ഫാത്തിമയിൽ ബഷീർ അസ്താനി ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എലൂർ മഹലിൽ ജുമാഅത്ത് ചടങ്ങുകൾക്ക് അബ്ദുൽ ഹമീദ് അൻസാരിയാണ് നേതൃത്വം നൽകിയത്. അങ്ങനെ വിവിധ പള്ളികളിൽ വിപുലമായി തന്നെയുള്ള ചടങ്ങുകൾ, പരിപാടികളും പ്രത്യേക പ്രാർത്ഥനകളും എല്ലാം തന്നെയാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. പൊതുവായി ഈദ് നമസ്കാര ചടങ്ങുകൾ വെച്ചിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പള്ളികളിലേക്ക് മാത്രമായി ചടങ്ങുകൾ പിന്നീട് മാറ്റുകയായിരുന്നു. കലൂർ ഈദ്ഗാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കസർകട ജുമാ മസ്ജിദിൽ ഇമാം മുഹിയുദ്ദീൻ മൗലവി നമസ്കാരത്തിന് നേതൃത്വം നൽകി. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ കലൂർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുറന്ന സ്ഥലത്ത് വെച്ചുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ കടവന്തറ പള്ളിയിലടക്കം പ്രത്യേകമായി തന്നെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. വലിയ ഒരു ആത്മസമർപ്പണത്തിന്റെ ഒപ്പം തന്നെ ബലിതർപ്പണത്തിന്റെയും നൽകാൻ തയ്യാറാകുന്ന വലിയ മനസ്സിന്റെയും എല്ലാം തന്നെ ഒരു പ്രതീകമായിട്ടാണ് വിശ്വാസികൾ ആഘോഷ നിറവിൽ ഈദുൽ അസ്ഹ ആഘോഷിക്കുന്നത്. ഈദുൽ അസ്ഹ ആഘോഷങ്ങളിൽ തന്നെയാണ് നാടും നഗരവും എല്ലാം ഉള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി അടക്കം വിശ്വാസികൾക്ക് ഈദുൽ അസ്ഹ ആശംസകൾ നേർന്നാണ് മടങ്ങുകയും ചെയ്തത്.